കാല് തെറ്റി നിലത്ത് വീണ് അലീന ആശുപത്രിയിൽ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അലീന സ്റ്റാലിൻ്റെ വീട്ടിൽ വീഴുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കഥയിൽ ചുരുക്കം നോക്കുകയാണെങ്കിൽ തന്നെ വൈജയന്തിയെ തകർക്കാൻ വേണ്ടി ബാലചന്ദ്രൻ മക്കളെയും കൊണ്ട് എവിടേക്ക് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. വൈജയന്തിക്ക് അത് വലിയൊരാഘാതം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. തൻ്റെ മക്കൾ 3 പേരും തന്നെ അനുസരിക്കുന്നില്ല, തന്നെ വേണ്ടാതെയായിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്കും വൈജയന്തി എത്തുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തി ആകെ ഭ്രാന്ത് പിടിക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക കേട്ടോ. എന്നിരുന്നാലും വൈജയന്തി തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന് കാണാം. ഇവിടെ ബാലചന്ദ്രനാണെങ്കിൽ മക്കളെയും കൊണ്ട് നല്ല ഹോട്ടലിലൊക്കെ പോകുന്നുണ്ട്. തുടർന്ന് അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങുന്നുണ്ട്. കൂടാതെ നല്ലൊരു സിനിമയൊക്കെ കണ്ടിട്ടാണ് തിരികെ വരുന്നത് എന്ന് കാണാം. തിരികെ വരുന്നതും നോക്കി വൈജയന്തി നിൽക്കുകയാണ്. രാത്രിയിലെ ഭക്ഷണവും കഴിച്ചിട്ടാണ് കേട്ടോ അവർ മടങ്ങിയെത്തുന്നത്. ഇതേ സമയം ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്താണ് എനിക്കൊരു വിലയും തരാത്തത് എന്ന് വൈജ ബാലചന്ദ്രനോട് ചോദിക്കുന്നു. നിനക്ക് വിലയോ? നിനക്ക് എന്തിന് വില തരണം? നീ ആരാണ് സത്യം പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ബാലേന്ദ്ര, ഞാൻ പറയുന്നതും ഒന്ന് കേട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ, നീ എൻ്റെ ഭാര്യയോ? എന്നെ ധിക്കരിച്ച് എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട്, എൻ്റെ കൺമുൻപിലൂടെ ഇറങ്ങിപ്പോയിട്ട്, ഞാനില്ലാത്ത തക്കം നോക്കി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന നീയാണോ എൻ്റെ ഭാര്യ? ഞാൻ നിന്നെ വിളിച്ചോ വരാനായിട്ട്? ഞാൻ നിന്നോട് അപേക്ഷിച്ചോ വരാനായിട്ട്? ഇല്ലല്ലോ. എൻ്റെ മനസ്സിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല വൈജയ്. അത് നീ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിന്നോടുള്ള സ്ഥാനം, നീ എൻ്റെ ഭാര്യയാണെന്നുള്ള ആ കാര്യമൊക്കെ ഞാൻ മറന്നിട്ട് മാസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് നീ ഒരു ഭൂതം തന്നെയാണ്. വെറുതെ എല്ലായിടത്തും അലഞ്ഞ് നടക്കുന്ന ഒരു ഭൂതം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അപമാനിതയായി നിൽക്കുകയാണ് വൈജയന്തി. കൂടാതെ തന്നെ ബാലേന്ദ്രൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൻ്റെ ഭരണമൊന്നും നടക്കുകയൊന്നുമില്ല. ഇതെൻ്റെ വീടാണ്. എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനേ ഇവിടെ നടക്കുകയുള്ളൂ. സൗകര്യമുണ്ടെങ്കിൽ നീ ഇവിടെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ എവിടേക്കാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോക്കോ. നിന്നെ ആരും ക്ഷണിച്ചിട്ടൊന്നും വന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് ഇറങ്ങിപ്പോവാൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കൂടാതെ കുക്കിനെ പറഞ്ഞു വിടുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പാചകം ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നും കൂടെ ബാലചന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇവിടെ വേറൊരു മറുവശത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മനു അലീന സംഭാഷണം. മനു ആണെങ്കിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നെല്ലാം അന്വേഷിക്കാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും, എല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും തന്നെയാണ് പോകുന്നതെന്നും, പക്ഷെ ഒരു പൊട്ടിത്തെറി സ്റ്റാലിപ്പപ്പയായിട്ട് ഉണ്ടാകാനായിട്ട് പോവുകയാണെന്നും നമ്മുടെ അലീന പറയുമ്പോൾ, അത് വലിയ പൊട്ടിത്തെറി ആയിരിക്കോ? വല്ല യുദ്ധവും നടക്കോ? ഞങ്ങളാരെങ്കിലും വരണോ? ഞാൻ അങ്കിളിനോട് പറയണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ടെന്നേ മനുവേട്ട, എല്ലാത്തിനും എല്ലാം ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുമെന്നേ. ഇനി എൻ്റെ കയ്യിൽ നിൽക്കാതെയാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ 2 പേരെയും വിളിക്കുമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഒരു വിളിപ്പാടകലെ എന്നും നിങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ നിരന്തരമായി മദ്യപിച്ചു കൊണ്ടിരിക്കുന്നത് അലീനയ്ക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതായത് അത് അലീന മനുവിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏത് നേരവും ഇങ്ങനെ മദ്യം കഴിക്കുന്നത് പപ്പയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ടെങ്കിൽ നീ അത് നിർത്താനായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പപ്പ കേൾക്കുന്നൊന്നുമില്ല. ഇനി അറ്റകൈ പ്രയോഗം തന്നെ നടത്താൻ പോവുകയാണ്. അതാണ് ഞാൻ മനുവേട്ടനോട് പറഞ്ഞത്, ചിലപ്പോൾ ഇവിടെ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന്. ഇവിടെ സ്റ്റാൻലി ആണെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞിട്ട് അലീനയും കൊണ്ട് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ചും തുടർന്ന് വലിയ ഒരു രീതിയിൽ തന്നെ ഗംഭീരമായിട്ട് തന്നെ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളുടെ വിവാഹം നടത്തുന്നതിനെക്കുറിച്ചും സ്റ്റാൻലി തൻ്റെ അപ്പച്ചനായ ഔദക്കുട്ടിയോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്നുണ്ട് നമ്മുടെ അലീന കേട്ടോ. സത്യം പറഞ്ഞാൽ പപ്പ ഇങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ സ്വയം നശിക്കുന്നത് അലീനയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്ന് കാണാൻ കഴിയും. ഒന്ന് മാറ്റിയെടുക്കണം, ഒരു മാറ്റത്തിലേക്ക് എത്തിക്കണമെന്നൊരു ചിന്ത ഉണ്ട് നമ്മുടെ അലീനയ്ക്ക്. അതിനായിട്ട് വല്യപ്പച്ചനെ കൂട്ടുനിർത്തുകയാണ് അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. വല്യപ്പച്ച എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് അലീന ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നല്ലേ നിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ നിൽക്കാനായി വല്യപ്പച്ചൻ? ഈ വല്യപ്പച്ചൻ മദ്യമൊക്കെ കഴിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ കഴിക്കുന്നൊന്നുമില്ല. നിൻ്റെ അടുത്ത് വന്നേ പിന്നെ ഈ വല്യപ്പച്ചൻ മദ്യപാനമൊക്കെ നിർത്തി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പപ്പയെയും നിർത്തിക്കണം. അതിനായിട്ടുള്ള വഴിയാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. പപ്പയുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നശിക്കാനായിട്ട് പാടില്ല. പപ്പയെ എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ വേണമെന്ന് അലീന പറയുമ്പോൾ അങ്ങനെയാണ് മോളെ പപ്പയെ സ്നേഹിക്കുന്നവർ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ എടുക്കേണ്ട തീരുമാനമെന്ന് പറയുന്നു. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വല്യപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മോളുടെ കൂടെ ഉണ്ടാകുമെന്ന് വല്യപ്പച്ചൻ അലീനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് പ്രേക്ഷകരെ. ഇതിൻ്റെ ഭാഗമായി തന്നെ സ്റ്റാലിൻ്റെ കൂടെ സ്റ്റാലിന് നേരെ പൊരുതാനായിട്ട് അലീന ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഇതിനിടയിൽ അലീനയ്ക്കൊരു അപകടം സംഭവിക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. റൂമിൽ തന്നെ കാല് തെറ്റി അലീന നിലത്ത് വീഴുകയാണ് എന്നും കാണാം. നിലത്ത് വീണ അലീനയും കൊണ്ട് സ്റ്റാൻലി ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ടെന്നും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം.